guys, welcome back to my YouTube channel. It's me, Nimi. So ഇവിടെ അടുത്ത ചേച്ചി അമ്മ ഇരുന്ന് പുളിയിലക്കര കസവ് സാരീനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവിടെ എന്തോ വാങ്ങുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ്, അതായത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ അമ്പലമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചൊരു 2-3 ദിവസത്തെ വീഡിയോ ഒരു വ്ളോഗ് പോലെ എടുക്കാം. ഡേയ്സ് ഇൻ മൈ ലൈഫ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ ആരെങ്കിലും എനിക്കറിയാം. ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല. ആക്ച്വലി അമ്പലപരിപാടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ March 27 ആണ്. അപ്പോൾ April 3-നും 4-നുമാണ് അമ്പലപരിപാടി വരുന്നത്. ഞങ്ങളുടെ അമ്പലത്തിന്റെ പേരെന്ന് പറയുന്നത് ശ്രീ ഭുവനേശ്വരി കുടുംബക്ഷേത്രം എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നിമ്മി, ചാനലിൻ്റെ പേര് കേട്ടോ. എൻ്റെ പേര് നിമിത എന്നാണ്. എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം 27 ആണെന്ന് ഞാൻ പറഞ്ഞു, മാർച്ച്. അപ്പോൾ എന്തായാലും 29-ഉം 31-ഉം കൂടി ഞാൻ എടുക്കും. ആൻഡ് അമ്പലപരിപാടി April 3-ഉം 4-ഉമാണ്. നമ്മൾ 41 ദിവസം വ്രതം എടുത്തിട്ടൊക്കെയാണ് അമ്പലാവശ്യം. അപ്പോൾ ഫുഡിനൊക്കെ വെജിറ്റേറിയൻ ആണ്, വെജാണ് ഉണ്ടാവുക. നേരത്തെ അമ്മ എനിക്കൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ, കുറച്ച് ഉള്ളി എടുത്ത് നന്നാക്കാനുണ്ടായിരുന്നു, ഉള്ളിക്കറി വയ്ക്കാൻ. അപ്പോൾ നല്ല ഒരു ഉള്ളിക്കറിയും ചക്ക ഇടിച്ചതും പിന്നെ മാങ്ങ കറിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഷട്ടേന്ന് പറഞ്ഞ് വൈകുന്നേരം ആയി. അപ്പോൾ അമ്മ കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഹേ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഗാർഡനിങ് ഒക്കെ നടക്കണേ. നമുക്ക് കാണിച്ചു തരാം. എന്തിനാ വെള്ളം ഒഴിക്കാൻ വേണം? എന്തിനാ ഇവിടെ വെള്ളം ഒഴിക്കണേ? ചെടിക്ക് ഒഴിക്കായിരുന്നില്ലേ? ചെടി ഒഴിച്ചിട്ടുണ്ട് അവിടെ. ഇതൊക്കെ നിക്കി അദ്ദേഹത്തിന്റെ ചേച്ചിയുടെ പണിയാണ്. ചേച്ചിക്ക് ഭയങ്കര റൈസാണ് ഈ ഗാർഡനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, ഇന്ന് 29-ാം തീയതിയാണ്. ഇന്നത്തെ എൻ്റെ മേക്കപ്പ് റൂട്ടീൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ. ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് മേക്കപ്പ് റൂട്ടീൻ കാണാം. മോർണിംഗ് തന്നെ കുളിച്ച് ഒരുങ്ങാനുള്ള പ്ലാനായിരുന്നു എനിക്ക്. എൻ്റെ ഫേസസ് കാനഡയുടെ ചോക്കി ജാം കിട്ടിയപ്പോൾ തുടങ്ങി എനിക്ക് അതില്ലാതെ പറ്റില്ലാത്ത അവസ്ഥയായി. എന്തായാലും നമുക്ക് മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ വെള്ളം കൂടി ഭയങ്കര കുറവാണ്, അതായത് ഡീഹൈഡ്രേഷൻ. സോഫ്റ്റ് ഡ്രിങ്കിങ് വാട്ടർ ഞാൻ എടുക്കുന്നത് മോയ്സ്ചറൈസറാണ്. നമ്മൾ CTM റൂട്ടീൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി മോയ്സ്ചറൈസിംഗ് ആണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. ടോണർ ഞാനൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റോസ് വാട്ടർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാണിച്ചില്ല. പിന്നെ ഫോക്സ് സ്റ്റൈലിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇട്ടു. പിന്നെ അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ ഫോക്സ് സ്റ്റൈലിൻ്റെ തന്നെ. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തു ഇതൊരു കഴിയാറായി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര സ്യൂട്ടാവുന്നൊരു സൺസ്ക്രീൻ ആണെന്ന് ഞാൻ പറയില്ല. കുറച്ച് കഴിയുമ്പോൾ എനിക്കത് ഓയിലി സ്കിൻ ആക്കി തരും പിന്നെയും. അതുകൊണ്ട് എനിക്കത് അത്ര പിടിക്കുന്നില്ല. എന്നാലും ഞാൻ വേറെ സ്വിച്ച് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇത് സൺസ്ക്രീനാണ് ഞാൻ ഇനി വാങ്ങാൻ പോകുന്നത്. പിന്നെ ഞാൻ നോർമൽ ഒരു ഐലൈനർ വെച്ചിട്ട് കണ്ണെഴുതാണ്. ഞാൻ മാക്സിമം വേറെ ഐലൈനേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഡാസ്ലർ അല്ലെങ്കിൽ ലാക്മേ, ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. വിങ് ലൈനാണ് ഇതാറുള്ളത്. ഓക്കെ, then ഐലൈൻ ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ച് ഗ്ലോ ആയിട്ടിരിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇലുമിനേറ്റർ ഹൈലൈറ്റർ തേക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഞാൻ ആക്ച്വലി യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഞാൻ ഇതിന് മുമ്പ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബട്ട് ദെൻ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് ഗ്ലോ ആയിട്ടിട്ട്. സോ ഗൈസ്, അറ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മളുടെ ലിപ് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫേസസ് കാനഡയുടെ ചോക്കി ജാമാണ്. ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് നല്ലൊരു ഷെയ്ഡായിട്ട് തോന്നി. ബിക്കോസ് ഇത് ഇടുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റ് ആയിട്ട് തോന്നും, ഗ്ലോ ആയിട്ട് തോന്നും. ഇല്ലേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഗ്ലോ ആയിട്ട് തോന്നുന്നുണ്ടെന്ന്? ഇതിപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നല്ല സെയിൽ കൊണ്ടുവന്ന് തോന്നുന്നു, ഡിസ്കൗണ്ട് സെയിലൊക്കെ. എന്തായാലും മീൻസ് നോക്കുക, നിങ്ങൾക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു കുഞ്ഞു പൊട്ടുന്നത് എൻ്റെ ഒരു മേക്കപ്പ് ഇവിടെ. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. പിന്നെ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്തത് അടിയിൽ വിരിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. സാമ്പാർ, അച്ചിങ്ങപ്പയറും പിന്നെ പപ്പടമായിരുന്നു ഫുഡ്. അത് കഴിഞ്ഞ് ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ മാങ്ങ കൊണ്ടുതരുന്നു. എനിക്കാണെങ്കിൽ മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഇത് ഞങ്ങളുടെ മാവിലെ മാങ്ങയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനത്തെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിൽക്കുകയാണ് കേട്ടോ ചേച്ചി. പേഴ്സണലി പറയുകയാണെങ്കിൽ ചേച്ചി ഒരു കലാകാരിയാണ് ഗൈസ്. അതായത് നിക്കി നന്നിട്ട് വരയ്ക്കും. നിക്കിയുടെ ഇൻസ്റ്റ ID നികിദാസ് ആർട്സ് വർക്ക് എന്നാണ്. അതിൽ കുറച്ച് പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ഡ്രോയിങ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കാം. സോ അഗെയിൻ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 31-ാം തീയതിയാണ്.
സോ എല്ലാവരും പേഴ്സണലി ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ ഉത്സവം. ഈ ഒരു ഡേയുടെ കൂടി ഉണ്ടാവുള്ളൂ ഈ വ്ളോഗ്. പിന്നെ വരുന്നത് ഉത്സവത്തിൻ്റെ അന്നത്തെ 2 ദിവസത്തെ വ്ളോഗ് ആയിരിക്കും കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കൈകൊട്ടിക്കളിയുടെ പ്രാക്ടീസാണ്. ഞങ്ങളുടെ കൈകൊട്ടിക്കളിയുടെ ടീമിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ശ്രീ ഭുവനേശ്വരി ശ്രീലയം ടീം എന്നാണ്. ഞങ്ങൾ പുറത്തൊക്കെ പോയി കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2-3-4 അമ്പലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇഫ് യു വോണ്ട് ടു കോൾ us ഫോർ ദ കൈകൊട്ടിക്കളി ഇൻ എന്തെങ്കിലും അമ്പലം എവിടെയെങ്കിലും, അതായത് അടുത്തുള്ള അമ്പലങ്ങളിലാണെങ്കിൽ ഞങ്ങൾ കളിക്കാൻ റെഡി. ശ്രീ ഭുവനേശ്വരി ശ്രീലയം എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ DM ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കളിക്കാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ DM ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പേഴ്സണലി ചെയ്യുന്നത് പ്രൊമോഷനോ വലിയ കാര്യങ്ങൾക്കോ വേണ്ടി മാത്രമല്ല. ഐ എം സോ ഹാപ്പി ബിക്കോസ് എനിക്കറിയില്ല, എന്തോ ഒരു ഉള്ളിൽ നിന്നൊരു ഹാപ്പിനെസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് വ്ളോഗിലൂടെ പറയണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സോ ഇന്നത്തെ ഡേയും വ്ളോഗും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് 3rd ഉം 4th ഉം കാണാം. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പം അറിയാം. ബൈ ബൈ.